എല്ലാവർക്കും സൈഷ്മാസ് എഡുസോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 തേർഡ് ചാപ്റ്റർ ഇലക്ട്രോകെമിസ്ട്രി ആണ്. എന്താണ് കണ്ടക്റ്റൻസ്? കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻസ്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എ സബ്സ്റ്റൻസ് വിച്ച് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്സ് കോൾഡ് കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടേഴ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ മെറ്റാലിക് ഓർ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ആണ്. ഇൻ ദിസ് കണ്ടക്റ്റൻസ് is due to the movement of electrons and is depend on the nature and structure of a metal. Then number of valence electrons per atom, ടെമ്പറേച്ചർ. അപ്പം ഈ ഒരു മെറ്റാലിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് ആ ഒരു കണ്ടക്റ്റൻസ് ഉണ്ടാകുന്നത്. അത് എന്തോന്നിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മെറ്റൽസിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്ട്രക്ചറും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം, പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു മെറ്റാലിക് ഓർ ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചറാണ്. ഓക്കെ, കോപ്പർ, അലുമിനിയം അതൊക്കെ എക്സാമ്പിളായിട്ട് വരും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എയ്തർ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ എ സൊല്യൂഷൻ. അതാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിൽ, അതായത് സോഡിയം ക്ലോറൈഡൊക്കെ മോൾട്ടൺ സ്റ്റേറ്റും സൊല്യൂഷൻ സ്റ്റേറ്റിലും ഒക്കെ ഉണ്ട്. അപ്പം സോഡിയം ക്ലോറൈഡ്, അതുപോലെ NaOH, HCl, H2SO4. അപ്പോൾ ദ കണ്ടക്റ്റൻസ് ഈസ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ആണെങ്കിൽ അതിനെ അയോണിക് കണ്ടക്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, സൈസ് ഓഫ് അയോൺ ആൻഡ് ദെയർ സോൾവേഷൻ, പിന്നെ നേച്ചർ ഓഫ് സോൾവെൻറ്റ് ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി, ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത്, അതായത് ഈ ഒരു കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഓംസ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ കറണ്ട് പാസിങ് ത്രൂ എ നമ്മൾ കണ്ടക്ടറിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് I ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അപ്ലൈ. അപ്പോൾ I പ്രൊപ്പോർഷണൽ ടു V, സോ I is equal to V by R, where R is the resistance of the conductor and unit of R is resistance is ohm. The electrical resistance of any substance or object is directly proportional to the length and inversely proportional to its area of cross section. ഓക്കെ, അപ്പം ഓംസ് ലോ എന്താണെന്ന് പഠിച്ചു. അടുത്ത ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു L/A ആണ്. R is equal to rho L/A, where rho is a Greek word ആണ്, resistivity or specific resistance. Its unit is ohm meter, okay, or ohm centimeter. അപ്പോൾ നമുക്ക് ഇപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്, കണ്ടക്റ്റൻസ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ കണ്ടക്റ്റൻസ് G കൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻവേഴ്സ് ഓർ റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ് ആണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ G കണ്ടക്റ്റൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1/R ആണ് ഈ ഒരു കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. നമുക്ക് ആ ഒരു ഇക്വേഷൻ, അതായത് R റെസിസ്റ്റൻസിൻ്റെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് G is equal to A/rho L കിട്ടും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു KA/L, where K is the 1/rho called conductivity or specific conductance. It is represented as kappa. K is the kappa. The SI unit of conductance is Siemens or ohm raised to -1. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത് നമ്മുടെ കുറച്ച് ഇക്വേഷൻസ് ആണ്, ഇത് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ. ആ ഒരു സൈൻ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 പാരലൽ ഇലക്ട്രോഡ്സ് 1 centimeter അപ്പാർട്ട്. അതായത് 2 പാരലൽ ഇലക്ട്രോഡ്സ് 1 centimeter ലെങ്തിൽ, അതെന്താണ് ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂഷനിലുള്ള ഒരു 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ്, അങ്ങനെയുള്ള കണ്ടക്റ്റൻസിനെയാണ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് സ്പെസിഫിക് കണ്ടക്റ്റൻസ് K and വോളിയം V in cm³ of the solution containing 1 mole of electrolyte. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സൊല്യൂഷൻ is equal to K, or മോളാർ കണ്ടക്റ്റൻസ് of a solution is equal to 1000 K/m.
where m is the molarity of the solution in centimeter square per mole. അപ്പോൾ molar conductance of a solution is equal to K by C ആണ്. C is the concentration of the solution. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. മോളാർ കണ്ടക്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി. അടുത്ത മെഷർമെൻറ്റ് ഓഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ അയോണിക് സൊല്യൂഷൻ. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് ആൻ അൺനോൺ റെസിസ്റ്റൻസ് ക്യാൻ ബി ഡൺ ബൈ വീസ്റ്റോൺ ബ്രിഡ്ജ്. വീസ്റ്റോൺ ബ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് ഒരു അൺനോൺ റെസിസ്റ്റൻസിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും. അൺനോൺ റെസിസ്റ്റൻസിന് കണ്ടുപിടിക്കാൻ പറ്റും. ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഇറ്റ് ഈസ് ടേക്കൺ ഇൻ എ കണ്ടക്ടിവിറ്റി സെൽ. ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടിവിറ്റി സെൽ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ R is equal to rho L by A equal to 1 by K A. ഓക്കെ, അത് നമുക്ക് ആ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ ദ സെൽ കോൺസ്റ്റൻറ്റ് G is equal to L by A equal to R into K ആണ്. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റി എങ്ങനെ എഴുതുന്നത്? കണ്ടക്ടിവിറ്റി K is equal to G by R. G എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റൻ്റ് ആണ്. സെൽ കോൺസ്റ്റൻറ്റ് G by R is a cell constant divided by R. The quantity L by A is called the cell constant and is denoted by G star. Okay, G star, G ഇട്ടിട്ട് ഒരു മുകളിൽ സ്റ്റാർ പോലെ ഇടും. It depend on the distance L between the electrodes and their area of cross section A. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. കണ്ടക്ടിവിറ്റി K always decrease with decrease in concentration both for weak and strong electrolyte. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി വീക്ക് ഇലക്ട്രോലൈറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ക്യാരി ദ കറണ്ട് ഇൻ എ സൊല്യൂഷൻ ഡിക്രീസ് ഓൺ ഡൈലൂഷൻ. ഓക്കെ, അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് decrease in concentration. This is because the total volume of the solution containing 1 mole of electrolyte also increase. Okay, അപ്പോൾ നമുക്ക് ഈ ഒരു മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ മോളാർ കണ്ടക്റ്റൻസിൻ്റെ വേരിയേഷൻ നമുക്ക് നോക്കാം. ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് ഈസ് ഡിഫറെൻറ്റ് ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ HCl ഒക്കെ ആണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ. HCl, KCl ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് കോൺസെൻട്രേഷൻ ഈ ഒരു മോളാർ കണ്ടക്റ്റൻസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസസ് സ്ലോലി വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ. ഈ ഒരു ഫിഗർ നോക്കുക. ഒരു മോളാർ കണ്ടക്റ്റൻസ് നോക്കുക, സ്പെസിഫിക് മോളാർ കണ്ടക്റ്റൻസ്, അതായത് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അപ്പോൾ HClൻ്റെ KClൻ്റെ കേസ് കണ്ടോ. ദർ ഈസ് എ ടെൻഡൻസി ഫോർ മോളാർ കണ്ടക്റ്റൻസ് ടു അപ്രോച്ച് എ സർട്ടൻ ലിമിറ്റിംഗ് വാല്യൂ വെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് ടു 0. അപ്പോൾ ഡൈലൂഷൻ ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് വെൻ ദ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് ടു 0 ഇസ് കോൾഡ് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അതായത് ആ മോളാർ കണ്ടക്റ്റൻസ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കാണിച്ചിരിക്കുന്നതാണ്, ആ ഒരു മുകളിലൊരു 0 കൊടുത്തിരിക്കുന്നില്ല. അതാണ് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ആ 0 എത്തുന്ന ആ ഒരു ടൈമിൽ എന്തുവാണ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഒബേസ് ദ റിലേഷൻ മോളാർ കണ്ടക്റ്റൻസ്. ആ ഒരു ഇക്വേഷൻ നോക്കുക. മോളാർ കണ്ടക്റ്റൻസ് M is equal to മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ മൈനസ് AC raised to 1/2, where C is the molar concentration and A is the constant for a particular type of electrolyte. This equation is known as Debye-Huckel-Onsager equation. Okay, Debye-Huckel-Onsager equation ആണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. മോളാർ കണ്ടക്റ്റൻസ് ഇസ് ഇക്വൽ ടു മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ മൈനസ് AC raised to 1/2. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് നോക്കാം. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ദ ചേഞ്ച് ഇൻ മോളാർ കണ്ടക്റ്റൻസ് വിത്ത് ഡൈലൂഷൻ ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അയോൺസ് ഇൻ ടോട്ടൽ വോളിയം ഓഫ് എ സൊല്യൂഷൻ. അതായത് ആ ഒരു സൊല്യൂഷനിൽ 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസസ് സ്റ്റീപ്ലി ഓൺ ഡൈലൂഷൻ എസ്പെഷ്യലി നിയർ ലോവർ കോൺസെൻട്രേഷൻ. അതായത് നമ്മളിപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ CH3COH ആ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിഗർ കണ്ടോ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ വേരിയേഷൻ എന്ന് പറയുന്നത് ഇത്
സി വെച്ചിട്ട് മോളാർ കണ്ടക്റ്റൻസിൻ്റെ വേരിയേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ C⁻² ആണ് റൂട്ട് സി എന്ന് പറയുന്നത്. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് വിത്ത് റൂട്ട് സി ഈസ് വെരി ലാർജ്. സോ we cannot obtain molar conductance at infinite dilution. അപ്പോൾ by the extrapolation of the graph, ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എന്താണ് മോളാർ കണ്ടക്റ്റൻസ് വിത്ത് റൂട്ട് സി എന്ന് പറയുന്നത്, ഈ ഒരു കോൺസെൻട്രേഷൻ ഇല്ലേ, അതെന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷനാണ് സി എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. അതുകൊണ്ട് നമുക്ക് മോളാർ കണ്ടക്റ്റൻസ് ഇൻഫിനിറ്റ് ഡൈലൂഷനിൽ നമുക്ക് കിട്ടത്തില്ല. അതാണ് ഈ ഒരു എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ കോൾറൂഷ്യസ് ലോ എന്താണെന്ന് നോക്കാം. The law states that the molar conductivity of an electrolyte at infinite dilution is equal to the sum of molar ionic conductivities of the cations and anions at infinite dilution. അപ്പോൾ ഈ ഒരു ലോ പറയുന്നതെന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു കാറ്റയോൺസിൻ്റെയും ആനയോൺസിൻ്റെയും ഇൻഫിനിറ്റ് ഡൈലൂഷനിലുള്ള മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസിൻ്റെ സമ്മായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറഞ്ഞില്ലേ, അതായത് ആ ഒരു സൈൻ 0 വെച്ചിട്ട് വരുന്നത്, ആ ഒരു സൈൻ ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഇസ് ഈക്വൽ ടു എന്തുവാണ്, ന്യൂ പ്ലസ് ലാംഡ 0 പ്ലസ് ന്യൂ മൈനസ് ലാംഡ 0 മൈനസ്. Lambda 0 plus and lambda 0 minus are the molar conductivities of the cation and anion. അപ്പം ലാംഡ 0 പ്ലസ് എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺസ് ആണ്, ലാംഡ 0 മൈനസ് എന്ന് പറയുന്നത് ആനിയോൺസ് ആണ്. അത് ഇൻഫിനിറ്റ് ഡൈലൂഷനിൽ വരുമ്പോഴുള്ളതാണ്. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റ് ഡൈലൂഷനാണ്. പിന്നെ ന്യൂ പ്ലസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ഓഫ് കാറ്റയോൺസും ആനിയോൺസ് ആണ് ആ ഒരു ഫോർമുലയിൽ നിന്ന്. അപ്പോൾ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ NaClയുടെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ലാംഡ 0 Na പ്ലസ് ലാംഡ 0 Cl മൈനസ്. സോഡിയമാണ് ഇവിടുത്തെ കാറ്റോൺ. അപ്പം ലാംഡ 0 Na പ്ലസ് ആ ഒരു കാറ്റോണിൻ്റെ കേസിൽ, മറ്റേതാണെങ്കിൽ ലാംഡ 0 Cl മൈനസ് ആണ്. അതുപോലെ കാൽഷ്യം ക്ലോറൈഡിൻ്റെ കേസിൽ വരുമ്പോൾ ലാംഡ 0 Ca2 പ്ലസ്. ഇവിടെ ക്ലോറിനാണെങ്കിൽ 2 എണ്ണം ഇല്ലേ, അപ്പോൾ അവിടെ വൈയുടെ സ്ഥാനത്ത് നമ്മൾ ആ ഒരു ഇക്വേഷൻ ഇല്ലേ, വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എന്തുവാണ് കാറ്റയോൺസും ആനിയോൺസും ആണ്. ഇവിടെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെ കേസിൽ ഓരോന്നും ഇതേ ഉള്ളൂ. പക്ഷേ ക്ലോറിൻ്റെ കേസിൽ, ഈ ഒരു കാൽഷ്യം ക്ലോറൈഡിൻ്റെ കേസിൽ വരുമ്പോൾ ക്ലോറിൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ആ ഒരു വൈയുടെ സ്ഥാനത്ത് 2 കൊടുക്കും. അപ്പോൾ 2 ലാംഡ 0 Cl മൈനസ് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷ്യസ് ലോ എന്ന് പറയുന്നത്, ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൾറൂഷ്യസ് ലോ ഉപയോഗിക്കുന്നത്. ആൽഫ ഈക്വൽ ടു ലാംഡ എം, അതായത് മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ, അതുപോലെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അതുപോലെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കുക ഈ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ. അതിനാണ് ഈ ഒരു ലോസ് യൂസ് ചെയ്യുന്നത്. ഇത്രയും നമുക്ക് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഇലക്ട്രോലിറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോലൈസിസ്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെൽസ് എന്താണ്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇലക്ട്രോലിറ്റിക് സെൽസ്, ദ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വോൾട്ടേജ് ഈസ് യൂസ്ഡ് ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെൽസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വോൾട്ടേജ് ആണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിനോമിന ഓഫ് എ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് കോസ്ഡ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്സ് മോൾട്ടൺ ഓർ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ സോഴ്സ്. എക്സ്റ്റേണൽ സോഴ്സ് വഴി എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കും ഇലക്ട്രോലൈറ്റ്സിന്. അതാണ് ഈ ഒരു ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോലൈസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഫാരഡേയ്സ് ലോ ആണ്. ഫാരഡേയ്സ് ലോസ് ഓഫ് ഇലക്ട്രോലൈസിസ്, അതായത് ഫസ്റ്റ് ലോ.
ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡിപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമ്മൾ ഫാരഡേസ് ലോ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു സബ്സ്റ്റൻസും ലിബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതിൽ എത്രമാത്രം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്യുകയും ഡെപ്പോസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നോക്കാം. W എന്തുവാണ്? പ്രൊപ്പോർഷണൽ ടു Q. അപ്പോൾ വേർ Q ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ കൂളോം. ഓക്കെ, അപ്പോൾ W ഇസ് ഇക്വൽ ടു Z ഇൻറ്റു Q ആണ്. അപ്പം W ഇസ് ഇക്വൽ ടു Z Q എന്ന് പറഞ്ഞാൽ IT അല്ലേ, അതായത് അതായത് കറണ്ട് ഇൻറ്റു ടൈമാണ് ചാർജ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫിസിക്സിലൊക്കെ നമ്മൾ +1 പഠിച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് Z അതായത് W ഇസ് ഇക്വൽ ടു Z Qൻ്റെ സ്ഥാനത്ത് IT കൊടുത്താൽ മതി. ക്യാപിറ്റൽ I എന്ന് പറയുന്നത് കറണ്ടാണ്, കറണ്ട് ഇൻ ആംബിയേഴ്സ്, ആൻഡ് T എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡ്, ആൻഡ് Z ഈസ് ദ കോൺസ്റ്റൻറ്റ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ്. ഓക്കെ, Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ മനസ്സിലായല്ലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? ദ എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി passing through the electrolytic solutions are proportional to their chemical equivalent of weight. അപ്പം ഈ ഒരു ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, അതെന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു കെമിക്കൽ ഇക്വാലൻ്റ് വെയ്റ്റ്സ്. അതായത് നമ്മൾ മാസ് ഓഫ് A ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് B ഡെപ്പോസിറ്റഡ് ഈക്വൽ ടു ഇക്വാലൻറ്റ് വെയ്റ്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഇക്വാലൻറ്റ് വെയ്റ്റ് ഓഫ് B, അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ലിബറേറ്റ് ഓർ ഡെപ്പോസിറ്റഡ് 1 gram equivalent of any substance is called Faraday's constant. അതായത് നമ്മൾ ഫാരഡേസ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. 1 ഫാരഡേ എന്ന് പറയുന്നത് 96,487 കൂളോം പെർ മോളാണ്. അത് നമ്മൾ 96,500 ആയിട്ട് റൗണ്ട് ചെയ്ത് എഴുതും. ഓക്കെ, ഇത് നമ്മൾ നേൺസ് ഇക്വേഷൻ പഠിച്ചപ്പോൾ ആ ഒരു ഫാരഡേസ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ, അതാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോലൈസിസ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോലൈസിസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയൽ ബീങ് ഇലക്ട്രോലൈസ്ഡ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ബീങ് യൂസ്ഡ്. അപ്പം ഇലക്ട്രോലൈസിസിൻ്റെ പ്രോഡക്ട്സ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു മെറ്റീരിയൽ ഇലക്ട്രോലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ അതിലുപയോഗിക്കുന്ന ഇലക്ട്രോഡ്സിൻ്റെ ടൈപ്പിനെ ആശ്രയിച്ചൊക്കെ ആയിരിക്കും ഈ ഒരു ഇലക്ട്രോലൈസിസിൻ്റെ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോലൈസിസ് എങ്ങനെയാണെന്ന് നോക്കാം. Electrolysis of sodium chloride. When electricity is passes through molten sodium chloride, sodium is deposited at a cathode and chlorine is liberated at anode. ഓക്കെ, അപ്പം Na എന്ന് പറയുന്ന പോസിറ്റീവ് അയോൺസ് ആണ്, അത് കാഥോഡിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലോറിൻ എന്ന് പറയുന്ന നെഗറ്റീവ് അയോൺ ആണ്, അത് ആനോഡിലോട്ട് ലിബറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ്? Na++E- gives Na. അതായത് കാഥോഡിൽ റിഡക്ഷനാണ് നടക്കുന്നത്, ആനോഡിൽ ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ ക്ലോറിൻ്റെ കേസ്. അപ്പം Cl- gives half Cl2 plus E-, അതായത് ഓക്സിഡേഷൻ അറ്റ് ആനോഡ്. വെൻ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇപ്പം നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്തുവാണ് ഇലക്ട്രോലൈസിസ് നടക്കുമ്പോഴുള്ള കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ അക്വസ് ആയിട്ടുള്ള സൊല്യൂഷൻ, അതായത് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആനോഡിലോട്ട് ലിബറേറ്റ് ചെയ്യും, പക്ഷേ കാഥോഡിൽ H2 സോഡിയത്തിന് പകരമായിട്ട് ലിബറേറ്റ് ചെയ്യും. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, മോൾട്ടൻ്റെ കേസും അക്വ സൊല്യൂഷൻ്റെ കേസിലുള്ള വ്യത്യാസം. അപ്പോൾ ഡെപ്പോസിഷൻ ഡ്യൂ ടു ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ ആയതുകൊണ്ടാണ് ആ ഒരു ഡെപ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, മോൾട്ടൻ്റെ കേസിൽ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ എന്തുവാണ് റിഡക്ഷൻ, കാഥോഡിൽ സോഡിയത്തിനും ഓക്സിഡേഷൻ അറ്റ് ആനോഡിൽ ക്ലോറിനുമാണ്. പക്ഷേ അക്വ സൊല്യൂഷൻ ഓഫ് NaClൻ്റെ കേസിൽ വരുമ്പോൾ ആനോഡിൽ ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും, പക്ഷേ കാഥോഡിൽ ഹൈഡ്രജൻ സോഡിയത്തിന് പകരം ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ NaCl അക്വ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ അവിടെ വാട്ടർ ഗ്യൂസ് Na++Cl-, Cl- ഗ്യൂസ് half Cl2 plus E-, അതായത് ആനോഡിൽ. കാഥോഡിലാണെങ്കിൽ 2H2O plus 2E- ഗ്യൂസ് H2 plus 2H+.
സോറി 2OH മൈനസ്. അപ്പം നെറ്റ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും, ആ ഒരു അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം NaCl നമ്മൾ NaCl പ്ലസ് H2O gives Na പ്ലസ് OH മൈനസ് പ്ലസ് ഹാഫ് H2 പ്ലസ് ഹാഫ് Cl2. ഓക്കെ, അപ്പോൾ the resultant solution is alkaline due to formation of NaOH. NaOHൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് ഈ ഒരു സൊല്യൂഷൻ ആൽക്കലൈൻ ആയിരിക്കും. ഇതാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോലൈസിസ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോലൈസിസിൽ 2 ഇലക്ട്രോലൈസിസ് ആണ്, 2 ടൈപ്പാണ് നടന്നത്. മോൾട്ടൺ സ്റ്റേറ്റിലുള്ളതും അക്വ സൊല്യൂഷൻ്റെ കേസും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എങ്ങനെയാണ് ഇലക്ട്രോലൈസിസ് നടക്കുന്നത്. അപ്പോൾ അക്വസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ഇലക്ട്രോലൈസ്ഡ് യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. കോപ്പർ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. ഓക്കെ, അപ്പം Cu2 പ്ലസ് കാഥോഡിലും ഓക്സിജൻ ആനോഡിലും ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കോപ്പർ Cu2 പ്ലസ് 2e മൈനസ് ഗിവ് Cu, അതായത് കാഥോഡിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, വാട്ടറാണ്, അതായത് H2O gives 2H പ്ലസ് ഹാഫ് O2 പ്ലസ് 2e മൈനസ് ആനോഡിൽ. പക്ഷേ കോപ്പർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ copper is deposited at a cathode and an equivalent amount of copper dissolved in solution from the anode. അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് വാട്ടറിനേക്കാൾ ഹയർ ആണ്. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ കോപ്പർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂസ് ചെയ്തപ്പോഴുള്ള കേസാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഇനി കോപ്പർ ഇലക്ട്രോഡ് തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തുവാണ്, കോപ്പറിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാട്ടറിനേക്കാൾ ഹൈ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ Cu2 പ്ലസ് 2e മൈനസ് ഗിവ് Cu കാഥോഡിലും, ആനോഡിൻ്റെ കേസിൽ Cu തന്നെ വരും. Cu gives Cu2 പ്ലസ് 2e മൈനസ്, അതായത് ഓക്സിഡേഷൻ അവിടെ നടക്കും. ഇങ്ങനെയാണ് നമ്മുടെ കോപ്പർ സൾഫേറ്റിൻ്റെ കേസ് വരുന്നത്. അപ്പം പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോലൈസിസ് എങ്ങനെയാണ്, അതുപോലെ കോപ്പർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോലൈസിസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ട് ഉണ്ടായിരിക്കും. ആ പാർട്ടിൽ നമ്മൾ ഈ ഒരു ബാറ്ററീസിൻ്റെ കാര്യങ്ങളും അതിനെപ്പറ്റിയും അതുപോലെ സെൽസിനെ പറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ, കുറേ സെൽസിനെ പറ്റി ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.